ഗോൾ സെറ്റിംഗ്. നമ്മളുടെ എല്ലാ സ്റ്റഡി ടിപ്സ് വീഡിയോകളിലും പറയുന്ന കാര്യമാണ് ഗോൾ സെറ്റിംഗ്, അല്ലേ? എന്താണ് ഈ ഗോൾ സെറ്റിംഗ്? ഒരു ചെറിയ ടാസ്ക് പ്ലാൻ ചെയ്യുന്നത് മുതൽ കരിയർ പ്ലാൻ ചെയ്യുന്നത് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗോൾ സെറ്റിംഗ്. പ്രോപ്പറായ ഒരു ഗോൾ ഇല്ലാത്ത വ്യക്തി എന്നാൽ നടുക്കടലിൽ ദിശ അറിയാതെ അലയുന്ന തോണി പോലെയാണ്. എങ്ങോട്ടാണോ എന്താണോ എന്നറിയാതെ അലഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കിന്ന് ഒരു ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഞാൻ സംഗീത, വെൽക്കം ടു ആങ്കിൾ വി ലേൺ. ഒരു ഗോളിനെ ഫുൾഫിൽ ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒരു ഗോൾ എപ്പോഴും സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ ആയിരിക്കണം. ഇവ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. സ്പെസിഫിസിറ്റി. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം. നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത് എന്ന്. ഒരിക്കലും നമ്മളുടെ ഗോൾ ബോർഡ് ഐഡിയ ആവരുത്. ഫോർ എക്സാമ്പിൾ, സ്കൂളിൽ എനിക്ക് നല്ല മാർക്ക് വാങ്ങണം എന്ന് സെറ്റ് ചെയ്യുന്നതിന് പകരം അടുത്ത എക്സാമിന് എനിക്ക് മാത്സിൽ 90% മാർക്ക് വാങ്ങണം എന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ കൂടുതൽ സ്പെസിഫിക് ആവുകയും നിങ്ങളുടെ ഫോക്കസ് ക്ലിയർ ആവുകയും ചെയ്യുന്നു. മെഷറബിലിറ്റി. നിങ്ങളുടെ ഗോളുകൾ എപ്പോഴും മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നിങ്ങളുടെ ഗോളുകൾ മെഷർ ചെയ്യാൻ പറ്റുന്നതിലൂടെ നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നും ഇനി നിങ്ങൾക്ക് എത്ര ദൂരം പോകാനുണ്ട് എന്നും മനസ്സിലാവും. നിങ്ങൾ ഇതുവരെ എന്ത് അച്ചീവ് ചെയ്തു എന്നും നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നും തിരിച്ചറിയാനും സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ക്രിസ്മസ് എക്സാംസിനുള്ള മാത്സ് പോർഷൻ പഠിച്ചു തീർക്കുക എന്നതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കേണ്ടതുണ്ടെന്നും എത്ര ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ മെഷറബിൾ. ഓരോ ദിവസവും എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണമെന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണമെന്നും പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഓൾവേസ് മെഷർ യുവർ പ്രോഗ്രസ്. അച്ചീവബിലിറ്റി. നമ്മളുടെ ഗോൾ എപ്പോഴും റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ ആവാൻ ശ്രദ്ധിക്കുക. നമുക്കുള്ള സമയത്തിൻ്റെയും നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസും വെച്ച് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരാഴ്ച കൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കും എന്നുള്ളത് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളാണ്. അതിനു പകരം അടുത്ത ഒരു മാസത്തിൽ ഞാൻ ജർമ്മൻ ലാംഗ്വേജിലെ ബേസിക് ഫ്രേസസ് പഠിക്കും എന്ന് സെറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ ആണ്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് നമ്മളുടെ മോട്ടിവേഷൻ നശിപ്പിക്കാനും നമ്മളുടെ വർക്ക് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനും കാരണമാവും. ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇന്ന് തന്നെ പോയി നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഗോളിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, മുന്നേറാം. ബൈ.